Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് മാർച്ച് 8 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ 2 സബ്ജക്ട്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ പാർട്ട് ഡിയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, നമ്മൾ അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമുക്ക് പാർട്ട് ഡിയിൽ 4 SI ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. സോ ഇതൊരു പ്രോബ്ലം പേപ്പർ ആണ്. സോ 4 എണ്ണത്തിൽ 3 പ്രോബ്ലം 1 തിയറിയും വരാം, അതല്ലെങ്കിൽ 2 പ്രോബ്ലം 2 തിയറിയും വരാം. ഈ ഒരു പ്രൊപ്പോർഷൻ ആണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർ നിർബന്ധമായും പഠിക്കണം കേട്ടോ. പ്രൊപ്രൈറ്റർ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ പ്രോബ്ലം SIക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന കമ്പൽസറി ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇനി നമ്പർ 2, രണ്ടാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനിൽ നിന്നാണ്. ഡിപ്രീസിയേഷൻ. സോ ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലം ചോദിക്കാം. പ്രോബ്ലം ഇപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡിൽ പ്രോബ്ലം ചോദിക്കാം. അറ്റ് ദി സെയിം ടൈം അതിൻ്റെ തിയറിയും ചോദിക്കാം. തിയറി നമുക്കുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉണ്ട്. ഫിക്സഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയും. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ WDV എന്ന് ഞാൻ എഴുതണല്ലോ. WDV റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അല്ലെങ്കിൽ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് തിയറി ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ്റെ കോസസും തിയറിയിൽ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതെന്താണ് തിയറി, അതിൻ്റെ കോസസും പഠിക്കുക. അപ്പോൾ ഡിപ്രീസിയേഷനിൽ നിന്ന് നമുക്കൊരു ചോദ്യം ഇടാം. 4 SI ഇടണമല്ലോ. അതുകൊണ്ട് തന്നെ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാർട്ട്ണർഷിപ്പിൽ അഡ്മിഷൻ്റെ പ്രോബ്ലം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അഡ്മിഷൻ്റെ പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ഓക്കെ, നിർബന്ധമായും പഠിച്ചിരിക്കണം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അതിൻ്റെ പ്രോബ്ലം SIക്ക് പ്രതീക്ഷിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പിൽ നിന്നുള്ള പ്രതീക്ഷിക്കുന്ന തിയറി. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്? പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് ശരിക്കും പറഞ്ഞാൽ തിയറിയിലെ SIക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് തിയറി, അതാണ് തിയറിയിൽ പ്രതീക്ഷിക്കുന്നത്. അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബേസിക്സ് ഉള്ളത് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ അസംഷൻസ്. ഇത് ചിലപ്പോൾ അതിൽ 2 മാർക്സിന് സെപ്പറേറ്റ് അതിൽ നിന്ന് വരാം. കൺസെപ്റ്റ്സ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇല്ലേ, കൺസെപ്റ്റ്സ് പ്രിൻസിപ്പിൾസ് ഗ്യാപ്പ്, അത് തന്നെ. അപ്പോൾ ഇതാണ് മറ്റൊരു ചോദ്യം തിയറിയിൽ
വരാൻ സാധ്യതയുള്ളത്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. ഫസ്റ്റ് ഏരിയയിൽ നിന്നാണ് കൂടുതൽ തിയറി വരുന്നുണ്ടെങ്കിൽ വരാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ് ഒക്കെ കേട്ടോ. നിങ്ങൾ പ്രോബ്ലം തന്നെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, കാരണം ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം വലിയൊരു സബ്ജക്റ്റാണ് നമ്മുടെ. അപ്പോൾ ഇതിൽ 4 ചോദ്യങ്ങളുണ്ട്. ഞാനിതിനേക്കാൾ മുമ്പുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ഫസ്റ്റ് ബാച്ചാണ് നിങ്ങളുടെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും, ഇപ്പോൾ 4 എണ്ണത്തിൽ എത്ര പ്രോബ്ലം ഇടും, എത്ര തിയറി ഇടും എന്നുള്ളത് നമുക്ക് ഇപ്രാവശ്യം വന്നാൽ തന്നെ അറിയാമല്ലോ. എന്നാലും നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. ടോപ്പിക്സിൽ സാധാരണ SAക്ക് കണ്ടുവരാറ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ്റെ ഒരു പ്രോബ്ലം, അത് കമ്പൽസറി ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഡിപ്രീസിയേഷൻ്റെ ചാപ്റ്ററിൽ നിന്നൊരു പ്രോബ്ലമോ അല്ലെങ്കിൽ അതിൻ്റെ തിയറിയോ, പിന്നെ പാർട്ണർഷിപ്പിൻ്റെ അഡ്മിഷൻ്റെ പ്രോബ്ലം, പിന്നെ പാർട്ണർഷിപ്പിൻ്റെ തിയറി, പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ്, പാർട്ണർഷിപ്പിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്, പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അക്കൗണ്ടിങ്ങിൻ്റെ അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ അക്കൗണ്ടിങ് എസംഷൻസ്, കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് നോക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഏരിയയിൽ നിന്ന് ഒരു തിയറി എപ്പോഴും ഇടാറുണ്ട്. അതൊന്നെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സ്കോപ്പ്, അങ്ങനെ. അതല്ലെങ്കിൽ എസംഷൻസ്, കൺസെപ്റ്റ്സ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ്. ഈ 5th 6th ഈ 3 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം SAക്ക് തിയറി ആയിട്ട് വരുന്നുണ്ട്, എപ്പോഴും കാണാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സജസ്റ്റ് ചെയ്യാനുള്ള 4 essay ആണ്. അതിന് വേണ്ടിയിട്ടുള്ള സജഷൻസ് ആണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും നിങ്ങൾക്ക് വേണ്ട 2 എണ്ണം ലഭിക്കുന്നുള്ളതാണ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങളും പാർട്ട് സിയിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.